ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തെല്ലാം എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നോമ്പൊക്കെ എങ്ങനെ പോകണു എല്ലാവരുടെയും? നല്ല ചൂടൊക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രയാസമൊക്കെ ഉണ്ടോ എല്ലാവർക്കും? വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരുണ്ടാവില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കിവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ റമദാൻ 4ൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം ഒരു നോമ്പ് തുറക്കം ഉണ്ടായിരുന്നു, ചെറിയൊരു പരിപാടി. ഇവിടെ വെച്ചിട്ടല്ല കേട്ടോ, ഉമ്മച്ചിൻ്റെയും വയസ്സിൻ്റെ അടുത്ത് വെച്ചിട്ട്. അപ്പോൾ പിന്നെ അന്നൊന്നും വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അന്നത്തെ വീഡിയോ ഇൻഷാ അല്ലാ ഞാൻ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഇടാൻ വൈകിപ്പോയത്. അപ്പോൾ ഞാൻ രാവിലത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ പത്തിരിപ്പൊടിയൊക്കെ വാട്ടിയിട്ട് പത്തിരി പരത്തി വെക്കും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ അധിക ദിവസം ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വൈകുന്നേരം വലിയ പണികളുണ്ടാവില്ല. പത്തിരി പരത്തിയാണ് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് വൈകിട്ട് നന്നായിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടോ അങ്ങനെയൊക്കെ ചുട്ടെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ പത്തിരിയൊക്കെ പരത്തിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് 2 കാസറോളിലായിട്ട്. ഇനി ഞാൻ എടുക്കുന്ന വീഡിയോ വൈകുന്നേരമാണ്. വൈകുന്നേരം അസറിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വരിക, അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ ഇന്നിപ്പം ചിക്കൻ വെച്ചിട്ട് ഒരു കുറുമ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഏകദേശം ചെറിയ 2 സവാളയും കൂടെ ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. അപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമ കറിയാണ് കേട്ടോ. ഞാൻ ലഗോൺ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ബ്രോയിലർ വെച്ചിട്ടല്ല. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതാ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ വേവുന്ന സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടിക്കോളും. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കാം. ചിക്കൻ ലഗോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വേവുണ്ടാവും. അപ്പോൾ ഏകദേശം 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിക്കാം. ഞാൻ പറയാൻ വിട്ടുപോയി, ചിക്കനും ഉരുളക്കിഴങ്ങും ഇട്ടതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചൂടായി നിൽക്കുന്ന സാധനത്തിലേക്കൊന്നും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ചപ്പും കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ആ കുക്കറൊന്ന് അടച്ച് വെക്കുകയാണേ. അതവിടെ നിന്നിട്ട് വേവട്ടെ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് തരി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ ആദ്യം കുറച്ച് സേമിയ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ റവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അവിടെ നിന്നിട്ട് തിളക്കട്ടെ. പിന്നെ ഇന്ന് നമുക്ക് പുലച്ചൊക്കെ അത്താഴത്തിന് മാത്രമുള്ള പത്തിരിയിട്ട് രാവിലെ പരത്തിയിട്ടുള്ളൂ. നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് നല്ലൊരു പെർഫെക്റ്റ് പൂരിയാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പേ വീഡിയോ കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇതിലൊന്ന് പറയാം. ഈ ഒരു 250 ml കപ്പിൽ ഏകദേശം 2 കപ്പ് മൈദയും അതേപോലെ തന്നെ 2 കപ്പ് ആട്ടയും, രണ്ടും ഒരേ അളവിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് റവയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതാണ് അതിൻ്റെ ഒരു അളവ്. നമുക്ക് നല്ല പെർഫെക്റ്റ് പൂരി കിട്ടും, എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള. എന്നാൽ പിന്നെ കുറച്ച് സമയം പെട്ടെന്ന് തന്നെ നമ്മളെന്താ പറയുക, പൂരി അങ്ങനെ പൊങ്ങി നിൽക്കൂലേ, അത് താഴ്ന്നു പോകുന്നില്ല കേട്ടോ, കുറേ സമയം അങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് റവയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ് കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് നിർബന്ധമായിട്ട് ചെയ്യട്ടോ, ഇങ്ങനെ ചെയ്താലേ നമുക്ക് പെർഫെക്റ്റ് പൂരിയായിട്ട് കിട്ടുക. എന്നിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി ഉതിർത്തൂലേ, അതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം, 1 മിനിറ്റൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ചൂടേറി പോകണ്ട, ഇളം ചൂടുള്ള വെള്ളം നമ്മൾ കൈ വെച്ചാൽ പൊള്ളൂല, ആ ഒരു പാകത്തിലാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി, കാരണം വെള്ളം അധികമായി പോകരുത്. വെള്ളം അധികമായിട്ട് ലൂസായാലും പൂരി പെട്ടെന്ന് എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ എൻ്റെ വീഡിയോക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ, അത് ക്യാമറയ്ക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊന്ന് കൊണ്ടുപോയിട്ട് കാണിക്കണം.
അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ വീണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണ്ട. നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിലും പൂരി പൊരിച്ചെടുക്കാം. പക്ഷേ ഇപ്പം തന്നെ പൊരിച്ചെടുക്കണ്ടല്ലോ, കുറച്ചും കൂടെ ആയിട്ട് എന്താ പറയുക, നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് പരത്തി ചുടാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് കറി കിട്ടിയപ്പോൾ ഞാനതിലേക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങാപ്പാലിലിട്ട് ഒഴിച്ചത് തേങ്ങ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതിയെങ്കിൽ അത്രയും മതി കേട്ടോ. അപ്പോൾ അത് കറി റെഡിയായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വറവിട്ട് ഒഴിക്കാനേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാനൊരു സ്നാക്ക് റെഡിയാക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അതിൻ്റെ അടുത്ത് മയോണൈസ് ഉണ്ടായിരുന്നു. മയോണൈസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം, ഒരു പകുതി ക്യാപ്സിക്കം, ഒരു പകുതി സവാള, അത്രയും വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും, ഇത്രയും മതിയേ. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, മയോണൈസിൽ ഉപ്പുണ്ടാവും. ഈ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. പക്ഷെ എന്നാൽ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. ഇവിടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വീണ്ടും ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡും കൂടെ അതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. കാരണം ബ്രെഡ് ചേർക്കുമ്പോൾ അതിൻ്റെ അരികൊക്കെ ഒന്ന് ഒഴിവാക്കണേ. പക്ഷേ അത് കളയണ്ട, നമുക്ക് ബ്രെഡ് ക്രംസിന് ആവശ്യമുണ്ട്. അതെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസിനും മയോണൈസിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ ബ്രെഡ് ചേർക്കുന്നത്. ഞാൻ ഏകദേശം 6 ബ്രെഡോളം ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ കയ്യിൽ ഉരുളകളാക്കാൻ പറ്റണം, അതാണ് അതിൻ്റെ ഒരു പാകം. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്കിന്. കാരണം മയോണൈസും ക്യാപ്സിക്കും ക്യാരറ്റും ഒക്കെ കൂടായിട്ട് ഞാൻ ഏകദേശം ഒരു 6 ബ്രെഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചില സമയത്ത് 2 സ്നാക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ചില സമയത്ത് നമുക്ക് എന്താ പറയുക, അതൊക്കെ നമ്മുടെ ഒരു അവസ്ഥക്കനുസരിച്ചാണ് കേട്ടോ. ചില ദിവസം ഒരു ക്ഷീണം തോന്നിയാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കും. പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ ഒന്നും. എന്താ പറയുക, അങ്ങനെ സ്നാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. റമദാനും കൂടി ആകുമ്പോൾ നമുക്ക് മക്കളൊക്കെ നോമ്പെടുക്കുന്നതല്ലേ. അപ്പോൾ കഴിയുന്നതും എന്തൊരു സ്നാക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതും വളരെ ചെറുതാണെങ്കിലൊക്കെ വീട്ടിൽ തയ്യാറാക്കായിരിക്കും കേട്ടോ നന്നാവുക. അങ്ങനെ ഞാൻ നമ്മുടെ സ്നാക്ക് ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ അരിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഓരോ ഉരുളകളും ആ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണേ. ഇനി ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള ഓയിലിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീരെ എണ്ണ ഒന്നും കുടിക്കണില്ല കേട്ടോ. ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡൊക്കെ ചേർത്താൽ പെട്ടെന്ന് എണ്ണ കുടിക്കുമെന്ന്. പക്ഷേ തീരെ ഇല്ല, എണ്ണൊന്നും കുടിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് തോന്നിയപ്പോഴാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഒരു 5:30-5:45 ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പൂരി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഞാൻ കാണിച്ചു തരട്ടോ നമ്മുടെ പൂരി. കണ്ടില്ലേ, നല്ല ബലൂൺ പോലെ കണ്ടോ. എൻ്റെ മക്കൾ പപ്പടം എന്ന് പറയുന്നുണ്ട് ഇവിടുന്ന്, അച്ചുഷീനൊക്കെ ഇങ്ങനെ പൊള്ളി വന്നിട്ടേ. ഇത് കുറേ സമയം ഇങ്ങനെ തന്നെ നിൽക്കും ചെയ്യും കേട്ടോ. അത് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് താഴ്ന്നു പോകുന്നില്ല. ഇനി പിന്നെ ഇത് നല്ല ബ്രൗൺ ആക്കി എടുക്കുന്ന അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ അപ്പോഴേക്ക് ഷീനു എനിക്ക് പൂരി പരത്തി തരാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവൾ പരത്തി തരുന്ന ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കണ്ടില്ല, നല്ല പൊള്ളിച്ച് എല്ലാം നന്നായിട്ട് പൊള്ളിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം നല്ല ബ്രൗൺ ആക്കാത്തത്, ചിലർക്ക് ഇവിടെ അധികം ബ്രൗൺ ആവണ്ട. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് കേട്ടോ. ഇതാ നമ്മുടെ സ്നാക്ക്. അതിൻ്റെ ഇടയിൽ അനീഫ്ക എനിക്ക് സമൂസ ചുറ്റി തന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സമൂസയുടെ മസാല ഉണ്ടാക്കി കൊടുത്താൽ അനീഫ്ക അവിടെ ഉണ്ടെങ്കിൽ എനിക്കിതാ ഇതുപോലെ ചുറ്റി തരും കേട്ടോ. അത് പാളിയിൽ വെച്ചിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ആ പണി ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. പൂരി, സമൂസ, നമ്മുടെ ആ ഷവർമ ബോൾസ് എന്നൊക്കെ പറയാം. കാരണം ചിക്കനൊന്നും ഇട്ടിട്ടില്ല, എന്നാലും അതേ ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറുമയും പൂരിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയം വരെ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ കഴിയുന്നതും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോമ്പ് തുറന്ന് നിസ്കാരവും എന്താ പറയുക ഖുർആനോദലൊക്കെ കൂടിയായിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വല്ലാതെ അങ്ങോട്ട് നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.